പിന്നെ കണ്ണുകൾ കൊണ്ട് മായാജാലം കാണിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ ഈ ആക്ടേഴ്സൊക്കെ സീനിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടി ഐ ആക്ടിങ് ചെയ്യുമെന്ന് പറയുന്നത്. നമ്മുടെ ഈ കണ്ണില്ലേ, അത് മില്യൺസ് ഓഫ് കളേഴ്സ് അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓർഗനാണ്. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് 3 കോൺ സെൽസ് ആണ്. റെഡ് എൽ കോണ്, ഗ്രീൻ എം കോണ്, ബ്ലൂ എസ് കോണ്. നമ്മുടെ കണ്ണുകൾക്ക് ഏകദേശം 10 മില്യൺ കളേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റും. ലൈറ്റ് കുറവുള്ള അല്ലെങ്കിൽ ഡിമ്മായിട്ടുള്ള സ്പേസിൽ നമ്മുടെ കണ്ണിനെ ഹെൽപ്പ് ചെയ്യുന്നത് റോഡ്സ് ആണ്. അതേപോലെ നല്ല വെളിച്ചമുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മളെ കണ്ണിനെ ഹെൽപ്പ് ചെയ്യുന്നത് കോൺസ് ആണ്. ഒപ്റ്റിക് നെർവ് റെറ്റിനയുമായിട്ട് കണക്ട് ആവുന്ന അവിടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. പക്ഷെ നമ്മുടെ കണ്ണുകൾ അത്ര സ്മാർട്ടായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാകത്തില്ല. നമ്മുടെ ബോഡിയിലെ ഫാസ്റ്റസ്റ്റ് കോൺട്രാക്റ്റിംഗ് മസിൽസ് ആണ് നമ്മുടെ കണ്ണുകളിലുള്ളത്. നമ്മുടെ കണ്ണുകൾ പ്രൈമറി ആയിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന ഡേ ലൈറ്റിലാണ്. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും നമുക്ക് ആ വിഷൻ കിട്ടാൻ വേണ്ടി. UV IR പോലുള്ള ലൈറ്റ്സിന് ഹ്യൂമൻസിനെ കാണാൻ പറ്റത്തില്ല. ആനിമൽസിന് ഹ്യൂമൻസിനേക്കാളും ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലാണ്. ടപ്പീറ്റം ലുസിഡം എന്ന് പറയുന്ന ഒരു റിഫ്ലക്റ്റീവ് ലെയർ ഉള്ളതുകൊണ്ട് തന്നെ ആനിമൽസിന് നൈറ്റ് വിഷൻ കൂടുതലായിട്ട് എനേബിൾ ആവുന്നുണ്ട്. ഈഗിൾസ്, വൾച്ചേഴ്സിനൊക്കെ ഹൈ വിഷ്വൽ അക്യൂറ്റി ഉണ്ട്. സ്നേക്സിന് ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കാമിലിയോൺസ്, ഫ്രോഗ്സിനൊക്കെ അതിൻ്റെ കണ്ണുകൾ 2 ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് കടത്തിവിടാൻ പറ്റും. മാൻറ്റിസ് ഷ്രിമ്പിന് 12 മുതൽ 16 വരെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് UV, വിസിബിൾ, അതേപോലെ പോളറൈസ്ഡ് ലൈറ്റുകളെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ബീസിന് പോളറൈസ്ഡ് ലൈറ്റുകളെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അത് ഉപയോഗിച്ചിട്ടാണ് അവർ സൺലൈറ്റിൻ്റെ സഹായത്തോടുകൂടി നാവിഗേറ്റ് ചെയ്യുന്നത്. കണ്ണുകളെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഫാക്ട്സ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.